അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ക്ലാസ് ഒന്ന് തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ ഐറ്റംസാണ് കാണിക്കണത്. ഇന്ന് ക്രഞ്ചീസാണ് കാണിക്കണത്. ഇത് കാണുക മാത്രമല്ല, ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും കൂടി സാധിക്കുന്നതാണ് കേട്ടോ. ശരിയായ മെഷർമെൻറ്റിൽ നമ്മളിത് തയ്ച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ഇതെങ്ങനെ തയ്ക്കാമെന്നും ഇതിൻ്റെ ശരിയായ അളവുകൾ എങ്ങനെയാണിത് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ക്ലാസ്സിൽ ഇന്ന് കാണിക്കുന്നത്. ഇത് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് നല്ലൊരു സാമ്പത്തികമായിട്ട് മുന്നേറാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ്. അപ്പോൾ ഇത് വിപണി കീഴടക്കിയൊരു സംഭവമാണല്ലോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ ആദ്യം ക്ലാസ് ഒന്ന് ബോർഡിൽ വരച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ സ്ക്രഞ്ചീസ് എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. അതിന് നമുക്കിവിടെ നീളം ലെങ്ത്താണ് ആദ്യം മാർക്ക് ചെയ്യണത്. ലെങ്ത്ത് 4 ഇഞ്ച്, 4 ഇഞ്ച് ലെങ്ത്തും 34 ഇഞ്ച് വിഡ്ത്തുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തുണിയിലായാലും ഇപ്പോൾ ബോർഡിലായാലും 34 ഇഞ്ച് നീളത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിന് തുണിയെ 4 മടക്കണം. തുണിയെ നമ്മൾ 4 പീസാക്കി മടക്കിയിടുക. നീളത്തല്ല, വീതിയെ 4 പീസാക്കി മടക്കുക. അങ്ങനെ 4 പീസാക്കുമ്പോൾ നമുക്ക് 34 എന്നുള്ള അളവ് 4 ആക്കണം. അപ്പോൾ 8 കിട്ടും. അപ്പോൾ നമുക്ക് വിടുത്ത് കിട്ടിയിട്ടുള്ളത് 8 അപ്പോൾ ആ 8 നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നീളം 4 വിടുത്ത് വീതിക്ക് 8 വരും. അപ്പോൾ സ്ക്വയർ രൂപത്തിൽ നമുക്ക് 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലും 4 തന്നെയാണ് വരേണ്ടത് കേട്ടോ. ഇവിടെ 4 തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇതിപ്പോൾ ഒരു മീഡിയം ഒരു വലിപ്പത്തിലാണ് വരുന്നത്. ഇനി വലിയത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ നീളം വീതി മാറ്റിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ 4 ഭാഗമാണ്. നീളം 4 വീതി 8 കേട്ടോ. വീതി 8 വരിക. അപ്പോൾ നമ്മളിനി തുണി എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ 34 വീതിക്കും 4 ഇഞ്ച് നീളത്തിലും ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ 4 മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒറ്റ പീസിൽ കിട്ടണം. ജോയിൻ്റ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 4 മടക്കുക. ഇതിൻ്റെ നല്ല വശമാണ്, ഇതൊരു സിൽക്കി മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യണം, നല്ല വശം ഉള്ളിൽ പോകുന്ന തരത്തിൽ നല്ല വശം നമ്മൾ ഉള്ളിലേക്ക് മടക്കുക. നേരെ നടുമടക്കി. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് അളവാണ്. പക്ഷേ നമ്മളിങ്ങനെ 4 മടക്കിയിട്ട് വെട്ടിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ 8 ഉണ്ട്. ഇതാ 8 ഇഞ്ച് കറക്റ്റായിട്ടുണ്ട്. 4 ഇഞ്ച് നീളമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ 8 ഇപ്പം നമുക്ക് ഞാനൊരു പോയിൻറ്റും കാണിച്ചു തരാം. 8 നമുക്കിപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടപ്പോൾ 8 നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കിട്ടിയാൽ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ പാടില്ല. വലിയൊരു തുണിയിൽ നമ്മൾ അളന്നെടുക്കുമ്പോൾ 4 തുണി മടക്കിയിട്ട് നമ്മൾ 8 ഇഞ്ച് പെട്ടെന്ന് മടക്കിയെടുക്കാൻ പാടില്ല. ഒരു ഭാഗം ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടാവണം, അല്ലെങ്കിൽ കഷ്ണങ്ങളായി പോകും കേട്ടോ. പിന്നെ നമ്മൾ ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജോയിൻറ്റ് ചെയ്താൽ നമ്മൾ സെയിലിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതിന് ജോയിൻറ്റ് കാണുമല്ലോ. ഇതുപോലെ ഫോൾഡ് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് നമ്മൾ 8 വരുന്നിടത്തായിരിക്കണം. ആ ഫോൾഡ് ചെയ്ത ഭാഗം മുറിച്ച് കളയരുതിട്ട്. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന ഇങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഈ ഒരു സൈഡിൽ കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റ പീസായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ എങ്ങനെ ഇതിന് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എങ്ങനെയെന്നൊന്ന് നോക്കാം. ഇതേപോലെ നല്ല ഭാഗം ഉണ്ടല്ലോ, സിൽക്കി ആയ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് പോകത്തക്ക വിധം ഉള്ളിലേക്കാവണം നടുമടക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണ ഭാഗം അകം വശമാണ് കേട്ടോ. അകം വശമാണ് നമ്മൾ സ്റ്റിച്ചിങ് വരുന്നത്.
നല്ല വശം ഉള്ളിലേക്ക് മടക്കി ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മളെല്ലാ സ്റ്റിച്ചിങ്ങിലും വരിക. അല്ലെങ്കിൽ പുറത്ത് തയ്യൽ കാണാണ്ടിരിക്കാനുള്ളതാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. പിന്നെ അധികം വലിയൊരു തയ്യൽ തുമ്പൊന്നും മറ്റുള്ളതൊന്നും സ്റ്റിച്ച് ചെയ്യണ പോലെ ഒരുപാട് തയ്യൽ തുമ്പ് ഇതിന് ഇടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ചെറിയ പ്രഷർ പൂട്ടർ അതിൻ്റെ ആ വീതിക്ക് തയ്ച്ച് വരിക കേട്ടോ. കൂടുതലായിട്ട് തയ്യൽ തുമ്പ് ഇടണ്ട. ഇതേ വീതിക്ക് ആ പ്രഷർ ഫൂട്ടറിൻ്റെ അതേ വീതിക്ക് തന്നെ നമ്മൾ തയ്ച്ച് വരിക. ഇനി ഫസ്റ്റ് തയ്ക്കുന്ന ആൾക്കാരാണ് തയ്യൽ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചോക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ തയ്ക്കേണ്ട ഇതൊരു സിൽക്കി മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത്തിരി അടിയിലുള്ള മെറ്റീരിയലും കൂടിയിട്ട് സ്റ്റിച്ച് പിടിക്കണുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് പരിചയമുള്ളവർക്ക് കുഴപ്പമില്ല. ഇത് സ്റ്റിച്ച് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായി പറയണത്. അങ്ങനെ നമ്മൾ നീളത്തിൽ അതും അടച്ച് കവർ ചെയ്തെടുക്കുക ഒരു വശം. അപ്പോൾ ഉൾവശം നല്ല വശം ഉള്ളിലാണ് പോയുള്ളത്, പുറം വശമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. ഇനി ലൈന് ശരിയായിട്ട് വരുന്നില്ല, വളഞ്ഞു തിരിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളൊരു ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കളഞ്ഞ് ഇനി ഇതിനൊന്ന് അകമ്പുറം മറിക്കണം കേട്ടോ. മറിച്ചിട്ട് കാണിക്കാം. അകമ്പുറം ഇതേപോലെ മറിച്ചെടുക്കുക. അതിനൊരു ടൂളുണ്ട്, നമ്മളിവിടെ ടൂള് കാണിക്കണില്ല. തൽക്കാലം നിങ്ങൾ എന്തെങ്കിലും പിന്നൊക്കെ ഉപയോഗിച്ചിട്ട് മറിക്കുക. ഇനി നമ്മൾ ഇവിടെ എടുക്കണ എലാസ്റ്റിക് റൗണ്ട് എലാസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ 8.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അത് 8.5 ഇഞ്ച് എടുക്കാനുള്ള കാരണം മറ്റുള്ള റൗണ്ട് അല്ലാത്ത എലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് കൊണ്ട് തന്നെ ലോക്ക് ചെയ്യുക. ഇത് നമ്മൾ കെട്ടിട്ടിട്ടാണ് ലോക്ക് ചെയ്യണത് കേട്ടോ. നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ 8 ഇഞ്ച് അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ലോക്ക് ചെയ്യാണ്, സ്റ്റിച്ച് കൊണ്ട് ലോക്ക് ചെയ്യാണ് വെച്ചെങ്കിൽ 8 വേണ്ട കേട്ടോ, ഒരു 1.5 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. നമ്മൾ റൗണ്ട് എലാസ്റ്റിക് ആയ കാരണം പിന്നെ നമുക്കൊരു പിന്ന് ഉപയോഗിച്ചിട്ട് ഈ എലാസ്റ്റിക് ഒന്ന് നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇടാം കേട്ടോ. ഉള്ളിലേക്ക് എടുത്തിടുക, പിന്ന് ഉപയോഗിച്ചിട്ട് ഇടുക. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ശരിയാക്കി വരുമ്പോൾ മറ്റൊരു ഭാഗം പോവാതെ നോക്കണം. അപ്പോൾ ഇതെടുത്തിട്ട് വലിച്ച് പിടിച്ചിട്ട് കെട്ടിടുക കേട്ടോ. നമ്മളിതിൻ്റെ 2 തലയും പിടിച്ചിട്ട് നല്ല വലിച്ച് പിടിച്ച് കെട്ടിടുക. കാരണം നേരെ സെൻറ്ററിലൊന്നും പോയി കെട്ടിട്ട് കൊടുക്കരുത്. നേരെ സെൻറ്ററിൽ കെട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ക്രഞ്ചീസ് നല്ല ചെറുതായി പോകും കേട്ടോ. ഇതേപോലെ നല്ല വലിച്ച് പിടിച്ച് കെട്ടിട്ട് കൊടുക്കുക. തലക്ക കെട്ടിട്ടാൽ മതി. കെട്ടിങ്ങോട്ട് തലക്കലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നന്നായി മുറുക്കി കെട്ടിടുക. ഒറ്റ കെട്ട് ഇടണുള്ളൂ. ഒറ്റ കെട്ടിൽ തന്നെ നല്ല മുറുക്കിലിടും. ഇനി ഒറ്റ കെട്ടിൽ പറ്റണില്ല എന്നുണ്ടെങ്കിൽ 2 കെട്ടിടാം. പക്ഷെ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിതിൻ്റെ കൂടുതൽ എടുക്കണം കേട്ടോ. 1 ഇഞ്ചെങ്കിലും കൂടുതൽ എടുക്കേണ്ടി വരും. ഒറ്റ കെട്ടണ മതിയാവും. ഒറ്റ കെട്ടിൽ നല്ല ഹാർഡാക്കി വലിച്ച് കെട്ടിയിടുക. ഇതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മളെ ക്രഞ്ചീസ് ഒരു 3/4 ഭാഗം റെഡിയായി കഴിഞ്ഞ്. ഇനി ഇതിൻ്റെ ഈ ലാസ്റ്റ് വരുന്ന ഇവിടെ ഓപ്പണായി കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ക്ലിയർ ചെയ്യണം. അത് സ്റ്റിച്ച് ചെയ്യാം, പക്ഷേ സ്റ്റിച്ച് ചെയ്താൽ പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു സൂചി നൂലും കൂടി എടുത്തിട്ട് ചെറിയ പുറത്തേക്ക് കാണാത്ത ചെറിയ ഡോട്ടുള്ള തുന്നുണ്ടല്ലോ അതിടാം കേട്ടോ. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വശം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് കനത്തിൽ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഒരു വശം ഇതേപോലെ ഒരു വശം മടക്കി കൊടുക്കുക. അതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ വശം ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ആ മടക്കിയ വശത്തേക്ക് ഇത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. നമ്മളപ്പോൾ ഒരു സൈഡേ പിടിച്ചിട്ടുള്ളൂ. ഇനി അവിടെ ശരിയായില്ല. ഇനി അവിടെ ഉള്ളിൽ അപ്പോൾ രണ്ടും കൂടിയിട്ട് അപ്പുറത്തെ വശത്തിൽ ജോയിൻ്റ് ആവരുത് കേട്ടോ. അത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ആയി. അപ്പോൾ നമുക്ക് തുന്നിപ്പോവാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ സൂചിക്ക് നമ്മളൊരു നൂലിന് ഒരു കെട്ടിട്ട് കൊടുക്കുമല്ലോ, ആ കെട്ട് പുറത്ത് കാണരുത്.
ആ കെട്ട് നമ്മൾ പുറത്ത് ഈ ചെറിയൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ കെട്ട് പുറത്ത് കാണരുത്. ഒന്ന് രണ്ടെണ്ണമൊക്കെ ചെയ്യാണ് നിങ്ങളിതൊരു ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ ഉദ്ദേശം ഉണ്ട് വെച്ചെങ്കിലാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അടിക്കേണ്ടിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മെഷീനായിട്ടാണ് ചെറുതായി ലോക്ക് ചെയ്ത് പോകാമെന്നുള്ളൂ. പിന്നെ ഈ കെട്ടുള്ളിൽ പുറത്ത് കാണരുത്, അത് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അത് ഉള്ളിൽ പോയല്ല. ഇനി പോയതിൻ്റെ ശേഷം നമ്മൾ ഡോട്ട് ഇട്ടിട്ട്, ചെറിയ ഡോട്ട് ഇട്ടിട്ട് തുന്നി റൗണ്ട് ചെയ്ത് തുന്നി വരിക. ഇതേപോലെ ചെറിയ ഡോട്ട് ഒരേപോലത്തെ നൂല് തന്നെ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒത്തിരി കളർ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശമുള്ളവർക്ക് ഒരേ സെയിം നൂല് തന്നെ എടുക്കണം. നമ്മൾ സ്റ്റിച്ച് അറിയരുത്. പുറത്തേക്ക് സ്റ്റിച്ച് അറിയരുത്. അങ്ങനെ നൂല് റൗണ്ട് ചെയ്ത് തുന്നി വരിക കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഫിനിഷിങ് റൗണ്ടാണ് ഇത്. ഫുള്ള് റൗണ്ടായി കഴിഞ്ഞ് ഇതിൽ നിന്നൊരു ലോക്ക് ചെയ്ത് തുന്നുക. നമ്മളൊരു ലോക്ക് ചെയ്തിട്ട് 2 കെട്ടിട്ട് ലോക്ക് ചെയ്ത് അതങ്ങോട്ട് ഫിനിഷാക്കി ലോക്ക് ഇടുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നൂല് വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മളെ ക്രഞ്ചീസ് ഫുള്ളായിട്ടാണ്.